ഇടുക്കി മലയിഞ്ചിയിൽ കാട്ടാന ശല്യത്തിന്റെ ഭീതിയിലാണ് നാട്ടുകാർ. വീട്ടുമുറ്റത്ത് വരെ കാട്ടാന എത്തുമെന്ന സ്ഥിതിയായതോടെ പ്രദേശത്തെ 1000-ഓളം കുടുംബങ്ങൾ ആശങ്കയിലാണ്. നിരവധി കൃഷിയും കാട്ടാന താറുമാറാക്കി. കൃഷിക്കായി കുഴിയെടുത്ത കാഴ്ചയല്ല ഇത്. കഴിഞ്ഞ ദിവസം മലയിഞ്ചിയിലെ ചന്ദ്രന്റെ വീടിന് മുറ്റത്തെത്തിയ കൊമ്പന്റെ കാൽപ്പാടാണ്. വീടിന്റെ പിൻഭാഗം അപ്പാടെ തകർക്കാൻ കാട്ടാന ശ്രമിച്ചു. ആൾതാമസമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തെങ്ങും വാഴയും കമുങ്ങും പയറും കൃഷിയുള്ള പറമ്പ് ആകെ നാശമാക്കി. വീടിന് പിൻഭാഗത്തുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകിയതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത്. എന്നാൽ അടുത്ത ദിവസവും കാട്ടാന ചന്ദ്രന്റെ പറമ്പിലെത്തി. എന്നിരുന്നാലും ഈ ശല്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നേക്ക്. കൂടുതൽ ജനങ്ങൾ ഇവിടെ താമസിക്കുന്ന കുട്ടികളുണ്ട്, വയോജനങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ഒരു 90 വയസ്സിന് മേളിൽ പ്രായമുള്ളൊരു വൃദ്ധനാണ്. അദ്ദേഹത്തെ കൊണ്ട് മാറാൻ സമയമില്ല. കാരണം യാത്രാ സൗകര്യം, ഒരു പാലം ഉള്ളത് തന്നെ കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടെ കൃഷി ചെയ്ത്, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കരമായ സാഹചര്യം വന്നിരിക്കുകയാണ്. 1000-ഓളം കുടുംബങ്ങളാണ് കാട്ടാന ഭീതിയിലുള്ളത്. ഇപ്പോൾ ഈ പറമ്പിലേക്ക് വരാൻ തന്നെ പേടി തോന്നുക. എന്നാന്ന് വെച്ചാൽ ഇവിടെ വന്ന ആനയാൻ തോന്നും. ഇപ്പോൾ വീണ്ടും ഈ അരിമഴയുണ്ട്, കൂപ്പിനരിമഴയുണ്ട്. ഇന്നലെ ആൾക്കാർ കണ്ടു, ഓടിച്ചു. അതിപ്പോൾ ഈ നമ്മുടെ പറമ്പിൽ ആണെങ്കിൽ വാഴയല്ല, കമുകും തൈയൊക്കെ ഉണ്ട്. താഴെ തെങ്ങ് തൈയും ഉണ്ട്, കമുകും തൈയും ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ട് പോയതാണ്. അത് വീണ്ടും പകലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ റബ്ബർ പുരയും കൃഷിയും കാട്ടാന താറുമാറാക്കി. നമുക്കിപ്പോൾ അവിടെ ജീവിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ആനയുടെ ശല്യം കാരണം. ഇപ്പം ടാപ്പിംഗാണ് എൻ്റെ ജോലി. ഇപ്പോൾ രാവിലെ ഞാനൊരു 6 മണിക്കൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ അത് 8 മണിക്കാക്കി. അതുകൊണ്ടിപ്പോൾ നമുക്ക് വേറെ പണികളൊന്നും നിൽക്കില്ല. അത് കഴിയുമ്പോൾ തന്നെ ഉച്ച കഴിയും. ഈ ആനയുടെ ഒരു വിഷയമുള്ളതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ബൗണ്ടറിയിൽ നിന്നാണല്ലോ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ട് വണ്ടിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയും. അവിടേക്ക് ആന ഇറങ്ങുന്നുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞും ആൾക്കെല്ലാം അവിടെ പുഴത്തഴുതിൽ ആന ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വെട്ടാൻ വന്നപ്പോൾ അവിടെ താഴെ വനത്തിലെ മരം ഇവിടുത്തെ ഇടുന്ന സൗണ്ട് കേട്ടു. ഇന്നലെയും കേട്ടു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ ഇത് ആനയുണ്ടല്ലോ, അതുകൊണ്ട് പേടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഇന്ന് രാവിലെയും കേട്ടു സൗണ്ട്. ആനക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങിയതോടെ നാട്ടിലെ യുവാക്കളുടെ വിവാഹാലോചനകൾ മുടങ്ങുന്ന സ്ഥിതിയുമുണ്ടായി. എവിടെ പെണ്ണാലോചിച്ചാലും അപ്പോൾ പറയുള്ളൂ ആനക്കാട്ടിലേക്ക് വരാൻ പെണ്ണില്ല. ഇതാണിപ്പോൾ എല്ലാവരും ഒരു കാഴ്ചപ്പാട്. ഒന്നാമത്തെ കാര്യം, ഈ കാട്ടിലേക്കാന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ ഒരു പെണ്ണ് കിട്ടാൻ പാടായിരുന്നു. ഇപ്പോൾ ഇത് ആനക്കാടെന്ന് ഉള്ള കേസായതുകൊണ്ട് തന്നെ ഒട്ടും നടക്കില്ല. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനകളെ തടയാൻ സോളാർ വേലി ഉടൻ സ്ഥാപിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ട് മാസങ്ങളായി. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാനകളെ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മലയിഞ്ചിയിലെ ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.